ഹായ് ഹലോ. ഒസ്ലർ എബ്രഹാം അല്ലെങ്കിൽ എബ്രഹാം ഒസ്ലർ എന്ന് വേണമെങ്കിലും പറയാം. മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത നമ്മുടെ ജയറാമേട്ടൻ നായകനായിട്ട് വന്ന സിനിമ രാവിലെ ലുലുവിലായിരുന്നു സിനിമ കണ്ടത്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഒരു കുറച്ച് ലേറ്റ് ആയി നമ്മുടെ വീഡിയോ. സിനിമ രാവിലെ കണ്ടിറങ്ങി. ഒരു ഇമോഷണൽ, ഒരു എന്താ പറയാ, മെഡിക്കൽ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ. സിനിമ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. സിനിമ കുറെ പോസിറ്റീവും കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച കുറച്ച് പേരെ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. കാരണം അവർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് തേനീശ്വറാണ്, ക്യാമറമാൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമോട്ടോഗ്രാഫി നമ്മൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. വൈഡ് ആയിട്ടുള്ള കുറെ ഷോട്ടുകളും നല്ല മനോഹരമായിട്ട് നൻപകൽ നേരത്ത് മയക്കത്തിലെ വൈഡ് ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോ, ഓസ്ലറിലേക്ക് വരുമ്പോ ക്ലോസപ്പ് ഷോട്ടുകൾ, കുറെ ക്ലോസപ്പ് ഷോട്ടുകൾ ഉണ്ട്. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ കഴിയുന്ന കുറെ ക്ലോസപ്പ് ഷോട്ടുകൾ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായ ഒരു ക്യാമറമാനാണ് തേനീശ്വർ. അതുപോലെ തന്നെ BGM ചെയ്തിട്ടുള്ളത് മിഥുൻ മുകുന്ദനാണ്. ഒരു ത്രില്ലർ സിനിമക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് വന്നിട്ടുള്ളത്. സോങ് എന്ന് പറയുന്നത് നമ്മുടെ പഴയൊരു പാട്ട് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു സോങ് ആയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഥ എഴുതിയിരിക്കുന്നത് രൺധീർ കൃഷ്ണനാണ്. സ്റ്റോറി വാസ് ഒരു ആവറേജ് പരിപാടിയേ ഉള്ളൂ സ്റ്റോറി ബേസ് വെച്ച് നോക്കുമ്പോൾ. ഷമീർ മുഹമ്മദ് ആണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ കുറച്ച് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നായകനായിട്ട് ജയറാമേട്ടൻ വരുന്നു. ജഗദീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ അശോകൻ, അനശ്വര രാജൻ, അരൂപ് മേനോൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ സെന്തില്, ആര്യ സലീം, ഒരു വനിതാ പോലീസിന്റെ വേഷത്തിൽ വരുന്ന അവര് എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഓസ്ലർ എബ്രഹാം തോന്നിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം സിനിമയിൽ അങ്ങും കുറെ ക്ലീശേ പരിപാടികളുണ്ട്. തുടക്കം വളരെ രസകരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഡീസന്റ് ആയിരുന്നു, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിലും ഒരു നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു പരിപാടിയൊക്കെ തന്നെ കുറെ ചേരുവകൾ ആണ് മൊത്തം സിനിമകളിൽ. പക്ഷെ ഫസ്റ്റ് ഹാഫ് നമുക്ക് പിന്നെയും അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഓക്കെ ആയിരുന്നു. ഡീസെന്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ, തുടക്കം തന്നെ ഒരു ത്രില്ലറിന്റെ ലക്ഷണമൊത്തൊരു ത്രില്ലറിന്റെ കുറച്ച് ചേരുവകളൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ട് ഒരു എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് സിനിമ പോയത്. അത് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ലീഡിൽ നിന്ന് അടുത്ത ലീഡ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓരോ ലീഡുകൾ ഇങ്ങനെ അടിച്ചടിച്ച് പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ പിടിക്കും അല്ലെങ്കിൽ ഇപ്പൊ ചുരുളടിയും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, അയ്യോ ഇന്റർവെൽ ആയിട്ടില്ലല്ലോ എന്ന്. അപ്പോ ഇന്റർവെല്ല് വരെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം പിടിവിട്ട് പോയി. കാരണം സ്ഥിരം ഒരു ഫോർമാറ്റ്, ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഒരു കൊലപാതകം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നായകനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരോ, അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. അവിടെ അയാൾക്ക് അയാളുടെ ലൈഫിൽ സംഭവിച്ച കുറച്ച് ട്രാജഡി കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകമോ അല്ലെ അത്തരത്തിലുള്ള ഒരു പരിപാടികൾ. അതിനുശേഷം ഫ്ലാഷ് ബാക്കിൽ നിന്ന് നേരെ ഇവിടെ വരുമ്പോൾ അതിന് പകരം ചോദിക്കുന്ന അല്ലെങ്കിൽ റിവെഞ്ച് ചെയ്യുന്ന ഒരു സ്ഥിരം പാറ്റേൺ പരിപാടി. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഈ പറയുന്ന സ്ഥിരം ഒരു ത്രില്ലറിന്റെ പരിപാടികളൊക്കെ തന്നെ ആയിരുന്നു എങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ഥിരം പരിപാടി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ അത്ര സുഖിക്കുന്ന രീതിയിലായിരുന്നില്ല സിനിമ പോയിക്കൊണ്ടിരുന്നത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ വെച്ച ഒരേ ഒരാള് മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പത്തെ സിനിമകൾ അഞ്ചാം പാതിര ആയിക്കോട്ടെ, അതുപോലെ തന്നെ അദ്ദേഹം ഡയറക്ട് ചെയ്തതല്ലാതെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളും അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു മെഡിക്കൽ ക്രൈം ഡ്രാമ ത്രില്ലർ എന്നുള്ള രീതിയിൽ ആ ഒരു ത്രില്ലറിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തി. പക്ഷെ നമ്മൾ സ്ഥിരം കണ്ട ഒരു പാറ്റേൺ പരിപാടികളൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലാണ് അത് കൂടുതൽ ക്ലീശയായിട്ട് മാറുന്നത്. പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ ഒരു കാലത്ത് മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ അങ്ങനെ സന്തോഷം തോന്നിയെങ്കിലും പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു നടപ്പും ശൈലിയൊക്കെ ഉണ്ടല്ലോ, അത് എവിടേക്കോ എനിക്ക് ഈ സിനിമയിൽ ഒരു കോപ്പിയിങ് ആയിട്ട് തോന്നി. അതേ ഒരു പാറ്റേൺ,
അദ്ദേഹത്തിന് പഞ്ചവർണ്ണ തത്തിയിൽ അദ്ദേഹത്തിന്റെ ഒരു നടത്തത്തിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതി തന്നെ ഒരു മാനസം, ആ ഒരു പരിപാടി തന്നെ ഇതിലേക്ക് ചില സ്ഥലത്തേക്ക് എനിക്ക് തോന്നി. പിന്നെ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഒസ്ലർ എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമൊക്കെ നന്നായിട്ട് തന്നെ ബോഡി ലാംഗ്വേജിൽ കൊണ്ടുവരാനായിട്ട് ജയറാമേട്ടന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ BGM ഞാൻ എടുത്തു പറഞ്ഞ പോലെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ചില ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുള്ള ഒരു BGM ഉണ്ട്. അത് പ്രധാനമായിട്ട് ജയറാമിന്റെ ഓസ്ലർ കഥാപാത്രം ഇങ്ങനെ നോക്കുന്ന സമയത്തുള്ള ഒരു BGM അയാളുടെ ഉള്ളിലുള്ള ഒരു മാനസിക സംഘർഷം കാണിക്കുവാനായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട പെർഫോമൻസ് ജഗദീഷാണ്. അത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എനിക്ക് തോന്നിയത് ജഗദീഷിന്റെയാണ്. ഗംഭീരമായിട്ട് അത് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, പക്ഷെ ഉള്ളത് ഗംഭീരമായിട്ട് ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ അനുശ്വര രാജനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ വളരെ കുറച്ചുള്ളൂ, പക്ഷെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്. അത് അവസാനം ഒരു കൊണ്ടുവന്ന് നിർത്തുന്നതൊക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എലമെന്റ് സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് മിഥുൻ മാനുവൽ തോമസ്. രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ തന്നെ പബ്ലിക്കില് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ഫോണുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് ആരാണ് എന്താണെന്നൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാനത് പേര് പറയുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. അതിനുശേഷമാണ് സിനിമ കുറെ കൂടി വീക്കായ ഒരു ഘട്ടത്തിലോട്ട് പോകുന്നത്. പിന്നെ കുറെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ക്ലീശയായിട്ട് തോന്നി. എന്തിനാണ് അത്തരം ആളുകൾ എന്നൊക്കെ തോന്നി. ഇപ്പൊ അനുമേനോന്റെ ക്യാരക്ടർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ അർജുൻ നന്ദകുമാറിന്റെ ക്യാരക്ടർ എന്തിനാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അങ്ങനെ ആകെ മൊത്തം കുറെ കഥാപാത്രങ്ങൾ എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് തന്നെ പറയാൻ കഴിയും. ആ ഒരു രീതിയിലാണ് കുറെ കഥാപാത്രങ്ങൾ ക്ലീശയുമായിരുന്നു. അർജുൻ നന്ദകുമാറിന്റെ കഥാപാത്രം കുറച്ചും കൂടി നല്ല ക്ലീശയായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി പോസിറ്റീവായിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നു ക്യാമറയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒപ്പം കുറച്ച് ജഗദീഷ് പോലെയുള്ള കുറച്ച് താരങ്ങളുടെ പെർഫോമൻസും ആണ്. ഒരു മുഴുവൻ ടൈപ്പ് ഒരു എൻഗേജിങ് സ്വഭാവമുള്ള ഒരു ത്രില്ലറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അങ്ങ് എൻഗേജിങ് ആയിരുന്നില്ല. ഒരു ആവറേജ് ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി നിങ്ങൾ കണ്ടവർക്ക് മറിച്ചൊരു അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ കമന്റ് കണ്ടുകൊണ്ട് കുറച്ച് പേർക്ക് സിനിമ കാണാൻ പ്രചോദനമാകും. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ. അപ്പോൾ വീണ്ടും വരാം. ബൈ ബൈ.